പപ്പ പപ്പ ഇതിങ്ങനെ നമ്മൾ സോൾവ് ചെയ്യുക. ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറഞ്ഞു തരുമോ? ഇതാണോ? ആ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു മാത്സ് പ്രോബ്ലം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് എങ്ങനെ നമുക്ക് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് പിള്ളേർക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമ്മുടെ ഗൂഗിളിൽ തന്നെ നമുക്കിതിനൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ചിലവർക്കൊക്കെ ഇത് അറിയാമായിരിക്കും, അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയാണ് ഈ ഒരു ചെറിയ വീഡിയോ. അപ്പോൾ നേരെ ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷൻ എടുത്ത് നമ്മുടെ ക്വസ്റ്റ്യൻ അവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമുക്കൊരു കാൽക്കുലേറ്ററിൻ്റെ സ്ക്രീൻ വരും. അത് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് താഴെ അതിൻ്റെ ആനിമേറ്റഡ് ട്യൂട്ടോറിയൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ്റെ ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാകുന്ന രീതിയിലാണ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഇത് കാണിക്കുന്നത്. നമ്മൾ നെക്സ്റ്റ് നമ്മൾ ഒരു ബട്ടൺ അതിൻ്റെ തൊട്ട് താഴെയുണ്ട്, അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയാണ് വരേണ്ടത്, എങ്ങനെയാണ് കാൽക്കുലേഷൻ നടക്കുന്നത് എന്നുള്ള എല്ലാ രീതികളും നമുക്ക് ഇതിനകത്ത് പറഞ്ഞു തരും. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, നമുക്ക് തൊട്ട് താഴെ ഇംഗ്ലീഷിലുള്ള ഡിസ്ക്രിപ്ഷൻ എഴുതി കാണിക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ ഗ്രാഫിക്കൽ വ്യൂ ആയിട്ട് ഓരോ സ്റ്റെപ്പും എങ്ങനെയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് ഇതിനകത്ത് തന്നെ കാണിക്കുന്നുണ്ട്. ഇത് വളരെ ഈസിയാണ്. നമുക്ക് എന്ത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാലും നമുക്ക് ഇങ്ങനെയൊന്ന് ടൈപ്പ് ചെയ്ത് ഗൂഗിളിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്കതിൻ്റെ സൊല്യൂഷൻ കിട്ടുന്നതുമാണ്. അതുപോലെ തന്നെ ഇവർക്ക് നല്ല ഈസി ആയിട്ട് മനസ്സിലാകുകയും ചെയ്യും. അപ്പോൾ ഇത് അറിയത്തില്ലാത്ത നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നിങ്ങളിത് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ്. ബൈ.